ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെന്നേ നമുക്ക് കുറച്ച് നെയ്മത്തി കിട്ടിയായിരുന്നേ. അപ്പോൾ അത് പുളി വെക്കാമെന്ന് വിചാരിച്ചു. പുളികറി വെക്കൂലേ, അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ, പച്ചമുളകല്ല കുരുമുളകും കൂടെ ചതച്ച് വെച്ചത്, പിന്നെ പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് നമ്മുടെ പുളിഞ്ചിക്കയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാത്തടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു. അതിനകത്ത് നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്താൽ ഒന്ന് വഴറ്റി വന്നപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്നിളക്കി. എന്നിട്ട് ഞാൻ നമ്മുടെ പുളി ഇല്ലേ, അത് വെള്ളത്തിട്ട് വെച്ചിരുന്നു. അതിൻ്റെ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തു. കുടംപുളി ഉള്ളവർക്ക് അതിടാൻ കേട്ടോ. എനിക്കിതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് തൊട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഉലുവ ചതച്ചിട്ട് കൊടുത്ത്. എന്നിട്ട് ഞാൻ നമ്മുടെ പുളിഞ്ചിക്കയില്ലേ, ഇരുമ്പും പുളി, അതും കൂടി ഇതും തിളച്ചപ്പോൾ ഞാൻ നമ്മുടെ ചാള, അതായത് നെയ്മത്തി എടുത്തിട്ട് കൊടുത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ, അതായത് മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് വേവട്ടെന്ന് വെച്ച് വെന്തിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. നല്ല ചാളയായിരുന്നേ നെയ്മത്തി. അവസാനം നല്ല നെയ്യ് തെളിഞ്ഞ് വന്ന്, അപ്പം ചോറ് നിന്ന് അതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.